ദേ ഈ വീഡിയോയിൽ കാണുന്ന ബൂസ്റ്റ് ഹോർലിക്സ് മുഴുവനായിട്ട് ഒരു വ്യക്തി 40 ദിവസം കൊണ്ട് കുടിച്ചു തീർത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് എൻ്റെ അനിയൻ്റെ വൈഫ് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള ബന്ധുക്കൾ കൊണ്ടുവന്ന് കൊടുത്ത ബൂസ്റ്റ് ഹോർലിക്സ് ആണിത്. അവരിത് 40 ദിവസം കൊണ്ട് കുടിച്ച് തീർക്കുകയും ചെയ്തു. സംഭവം നമുക്ക് ബന്ധുക്കളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പിന്നെ അവർ സ്നേഹം കൊണ്ട് കൊണ്ടുതരുന്ന സാധനമാണ്. ഈ സാധനത്തിൽ അടങ്ങിയിട്ടുള്ള സിന്തറ്റിക് സബ്സ്റ്റൻസസും ഷുഗേഴ്സും ശരീരത്തിന് എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ഒരുവിധം വിദേശ രാജ്യത്തൊക്കെ ഇതിൻ്റെ ബാക്കിൽ ഒരു ലേബൽ ഒട്ടിച്ചിട്ടുണ്ടാവും, ഗർഭിണികൾക്കും കുട്ടികൾക്കും ഇത് കൊടുക്കരുത് എന്നുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഗർഭിണികളും കുട്ടികളും രോഗികളാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക ഈ വക സാധനങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളത്. പൊതുവേ എൻ്റെ നാട്ടിൽ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ പ്രസവിച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് 6 നേരം 7 നേരം ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു സ്നേഹപ്രകടനമുണ്ട്. അതിന് പുറമെ ഈ ബൂസ്റ്റും ഹോർലിക്സും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കെ. ഇവർ 40 ദിവസം അല്ലെങ്കിൽ 90 ദിവസം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇവർ വളരെയധികം വണ്ണം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കുടുംബക്കാർ പറയും, നല്ലോണം ഉഷാറായിട്ടുണ്ടെന്ന് പറയും. പക്ഷേ ഇത് കൊളസ്ട്രോളും ഫാറ്റും ആണെന്നുള്ളത് ഇവർക്ക് അറിയില്ലല്ലോ. ദയവ് ചെയ്ത് നിങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനോട് കൺസൾട്ട് ചെയ്തിട്ട് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, നിങ്ങളെ പരിചരിക്കുന്ന ആൾക്കാരെ കൂടി മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് ഈ വക സാധനങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ.